ഇൻസൈറ്റിന്റെ SSC ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തില് ബ്ലഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ബ്ലഡിനെ നമ്മൾ റിവർ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. റിവർ ഓഫ് ലൈഫ്, ജീവന്റെ നദി എന്നാണ് ബ്ലഡിനെ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം, ബ്ലഡ് എന്ന ഈ ഒരു ടിഷ്യൂ ദ്രാവക രൂപത്തിലാണ് കാണപ്പെടുന്നത്. ബ്ലഡ് ഒരു ടിഷ്യൂ ആണ്, ഒരു കലയാണ്. അതിനെ ദ്രാവക രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ഒരു കളേർഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, കളറുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ കളർലെസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ഏതായിരിക്കും? ലിംഫ്. ലിംഫ് ആണ് കളർലെസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ. കളേർഡ് കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡ് ആണെങ്കിൽ കളർലെസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിംഫ്. ബ്ലഡിനെ പറ്റി ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കോശങ്ങളിലേക്ക് ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജനും എത്തിക്കുന്നതും അതുപോലെ തിരിച്ച് മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ശേഷം മെറ്റബോളിക് വേസ്റ്റിനെ സെല്ലുകളിൽ നിന്ന് തിരിച്ചു പുറത്തേക്ക് കൊണ്ടുവരുന്നതും ബ്ലഡാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ന്യൂട്രിയൻസിനെയും ഓക്സിജനെയും കോശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ശേഷം അതിന്റെ വേസ്റ്റ് പ്രോഡക്ട്സിനെ ആ കോശങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നതും ബ്ലഡിന്റെ ജോലിയാണ്. അപ്പൊ ബ്ലഡ് സർക്കുലേഷന് സഹായിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ബ്ലഡ് സർക്കുലേഷൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്, ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെന്ന് ഡിസ്കവർ ചെയ്തത് വില്യം ഹാർവേ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ആദ്യമായി ഡിസ്കവർ ചെയ്തത് ആരാണ്? വില്യം ഹാർവേ ആണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞായിരുന്നു, കോശങ്ങളുടെ പഠനമാണ് സൈറ്റോളജി, കലകളുടെ പഠനമാണ് ഹിസ്റ്റോളജി. അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡിനെ പറ്റിയാണ്. അപ്പൊ ബ്ലഡിന്റെ പഠന ശാഖയെ പറയുന്ന പേര്, ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസിനെ പറയുന്ന പേരാണ് ഹെമറ്റോളജി. ഹെമറ്റോളജി ആണ് ബ്ലഡിന്റെ ആ ഒരു പഠനശാഖ അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിന് പറയുന്ന പേര്. ഇനി നമുക്കറിയാം, ബ്ലഡ് ബാങ്കുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ബ്ലഡിനെ ബ്ലഡ് ബാങ്കുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അത് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കുകളിൽ ഒരു രാസവസ്തു ഉപയോഗിച്ചാണ് ബ്ലഡിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ രാസവസ്തുവിന്റെ പേരെന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. സോഡിയം സൈട്രേറ്റ് ആണ് ആ രാസവസ്തു. ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ബ്ലഡ് ബാങ്ക് ടു സ്റ്റോർ ദ ബ്ലഡ്. ആൻസർ സോഡിയം സൈട്രേറ്റ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് മുറിവ് ഉണ്ടാകുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാറുണ്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു വൂണ്ട് ഉണ്ടാകുകയാണ്, എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ടിങ് നടക്കാറുണ്ട്. ആ ബ്ലഡ് ക്ലോട്ടിങ്ങിന് പറയുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്ലഡിനെ പറ്റി പറയാനുള്ളത്, ബ്ലഡിന്റെ കൂടുതൽ ഭാഗവും അല്ലെങ്കിൽ ബ്ലഡിന്റെ ദ്രാവക അവസ്ഥയിലുള്ള കൂടുതൽ ഭാഗവും ആ ലിക്വിഡ് പോർഷൻ പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പ്ലാസ്മ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ്, ആ ഒരു സ്റ്റേറ്റിലാണ് അത് കാണപ്പെടുന്നത്. ബ്ലഡിൽ 55% പ്ലാസ്മയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്ലാസ്മയില് 90% വെള്ളമാണ് കാണപ്പെടുന്നത്. ബ്ലഡിൽ 55% പ്ലാസ്മയും പ്ലാസ്മയുടെ 90% വെള്ളമായിട്ടും കാണപ്പെടുന്നു. ഇനി നമുക്കറിയാം ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ,
ഫൈബ്രിനോജൻ. ഇത് മൂന്നുമാണ് ബ്ലഡ് പ്രോട്ടീൻസ് എന്ന് അറിയപ്പെടുന്നത്. ഒന്നുകിൽ നമ്മൾ ബ്ലഡ് പ്രോട്ടീൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയും. ബ്ലഡ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ബ്ലഡ് പ്രോട്ടീനുകളെ, ഈ പറഞ്ഞ 3 ബ്ലഡ് പ്രോട്ടീനുകളെ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഇതിനെ സെക്രീറ്റ് ചെയ്യുന്നത് ലിവറാണ് ഈ 3 ബ്ലഡ് പ്രോട്ടീനുകളെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബ്ലഡ് പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആൽബുമിന്റെ ഫംഗ്ഷൻ. ബ്ലഡ് പ്രഷറിനെ, രക്തസമ്മർദ്ദത്തിനെ, അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആൽബുമിന്റെ ഫംഗ്ഷൻ. ആന്റിബോഡീസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ. ആന്റിബോഡീസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതാണ് ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ. ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഫിബ്രിനോജന്റെ ഫംഗ്ഷൻ. ആൽബുമിൻ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നു, ഗ്ലോബുലിൻ ആന്റിബോഡീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഫിബ്രിനോജൻ ആണ്. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്ലഡ് സെൽസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡ് സെൽസ്, ബ്ലഡ് സെല്ലുകളെ, രക്തത്തിന്റെ കോശങ്ങളെ നമ്മൾ 3ആയി തരംതിരിക്കും. RBC, WBC, പ്ലേറ്റ്ലെറ്റ്. RBC എന്നാൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് RBC, റെഡ് ബ്ലഡ് കോർപ്പസൽ. WBC, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്നാൽ അതിന് മറ്റൊരു പേരുണ്ട്. പ്ലേറ്റ്ലെറ്റുകളെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, ത്രോംബോസൈറ്റുകൾ എന്നാണ് പ്ലേറ്റ്ലെറ്റുകളെ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ബ്ലഡ് സെല്ലുകളെ പറ്റി ഡിസ്കസ് ചെയ്യാം. ആദ്യം RBC പറ്റി പറയാം. RBCക്ക് മറ്റൊരു പേരുണ്ട് എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റുകൾ എന്നാണ് RBCയുടെ മറ്റൊരു പേര്. RBCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ട്രാൻസ്പോർട്ടേഷനാണ്. അതിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് RBCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതുപോലെ അതിനെ ബൈകോൺകേവ് ആയിട്ടും സർക്കുലർ ആയിട്ടും കാണപ്പെടുന്നു. അതിന്റെ ഷേപ്പാണ് ബൈകോൺകേവ് ആയിട്ടും സർക്കുലർ ആയിട്ടും കാണപ്പെടുന്നു. ഇത് റെഡ് കളറിലാണ് കാണപ്പെടുന്നത്. RBCയുടെ കളർ എന്താണ്? വാട്ട് ഈസ് ദ കളർ ഓഫ് RBC? റെഡ് കളർ. ഏകദേശം 40 മുതൽ 60 ലക്ഷം RBC ആണ് 1 മില്ലിമീറ്റർ ക്യൂബില് അടങ്ങുന്നത്. 40 മുതൽ 60 ലക്ഷം പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ ഒരു നോർമൽ കൗണ്ട് എന്ന് പറയുന്നത്. 120 ദിവസമാണ് ഇതിന്റെ ആയുസ്. RBCയുടെ ആയുസ് 120 ദിവസമാണ്. RBC എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ബോൺ മാരോയിലാണ് RBC ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ മജ്ജയിലാണ്, എല്ലിനകത്തുള്ള മജ്ജയിലാണ് RBC ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബോൺ മാരോയിലാണെങ്കിൽ ഇത് നശിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആവുന്നത് ലിവർ ആൻഡ് സ്പ്ലീനിലാണ്. ലിവറിലും സ്പ്ലീനിലുമാണ് ഇത് ഡിസ്ട്രോയിഡ് ആവുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. RBC ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നു. ഇത് ബൈകോൺകേവ് ആയിട്ടും സർക്കുലർ ആയിട്ടും ഇതിന്റെ ഷേപ്പ് ഉണ്ട്. ഇത് റെഡ് കളറിലാണ് കാണപ്പെടുന്നത്. 40 മുതൽ 60 ലക്ഷം പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ നോർമൽ കൗണ്ട്. 120 ദിവസമാണ് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇത് ഉണ്ടായി വരുന്നത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബോൺ മാരോയിലും ഇത് ഡിസ്ട്രോയിഡ് ആവുന്നത്, ഇത് നശിക്കുന്നത് ലിവർ ആൻഡ് സ്പ്ലീനിലുമാണ്. ഇതിന് മറ്റൊരു പേരുണ്ട് എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റുകൾ അല്ലെങ്കിൽ RBC എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ ബ്ലഡ് സെൽ WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. ഇതിന്റെ മറ്റൊരു പേരാണ് ലൂക്കോസൈറ്റ്സ്.
ലൂക്കോസൈറ്റുകൾ അല്ലെങ്കിൽ WBC എന്നറിയപ്പെടുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി. ശരീരത്തിന് പ്രതിരോധ ശേഷി കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് WBCയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇതിന്റെ കളർ പ്രത്യേകിച്ച് ഒരു കളറും ഇല്ല, നോ കളർ. ഇതിന് ഒരു കളറും കാണപ്പെടുന്നില്ല. അപ്പൊ RBCയുടെ കേസിൽ നമ്മൾ പറഞ്ഞു റെഡ് കളറിൽ കാണപ്പെടുന്നു. പക്ഷെ WBCക്ക് കളർ ഒന്നും തന്നെ ഇല്ല. 7000 മുതൽ 10000 പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ നോർമൽ കൗണ്ട്. 7000 മുതൽ 10000 പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ നോർമൽ കൗണ്ട്. RBCയുടെ ലൈഫ് സ്പാൻ 120 ദിവസമാണെങ്കിൽ WBCക്ക് വെറും 13 മുതൽ 20 ദിവസം മാത്രമേ ഇതിന്റെ ലൈഫ് സ്പാൻ ഉള്ളൂ. 13 മുതൽ 20 ദിവസം മാത്രമേ WBCയുടെ ലൈഫ് സ്പാൻ ഉള്ളൂ. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബോൺ മാരോയിലും ലിംഫ് ഗ്ലാൻഡിലും സ്പ്ലീനിലുമാണ്. ലിംഫ് ഗ്രന്ഥിയിലും സ്പ്ലീനിലും ബോൺ മാരോയിലുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ WBC പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കളറൊന്നും തന്നെ ഇല്ല, നോ കളറാണ്. 7000 മുതൽ 10000 പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ് നോർമൽ കൗണ്ട്. 13 മുതൽ 20 ദിവസം വരെയാണ് ഇതിന്റെ ലൈഫ് സ്പാൻ. ബോൺ മാരോ, ലിംഫ് ഗ്ലാൻഡ്, സ്പ്ലീൻ ഇവിടെയെല്ലാമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി നമുക്ക് പ്ലേറ്റ്ലെറ്റിലേക്ക് പോകാം. പ്ലേറ്റ്ലെറ്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ബ്ലഡിന് കളർ കൊടുക്കുക എന്നുള്ളതാണ്. ഹെൽപ്സ് ഇൻ ബ്ലഡ് കളർ. അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ച് ഇത് കളർലെസ് ആണ്. ഈ ഒരു കമ്പോണന്റ് കളർലെസ് ആണ്. 1.5 മുതൽ 4.5 lakhs പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ നോർമൽ കൗണ്ട് എന്ന് പറയുന്നത്. 1.5 to 4.5 lakh പെർ മില്ലിമീറ്റർ ക്യൂബ്. ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 10 ദിവസം വരെയാണ്. about 10 days. 10 ദിവസം വരെയാണ് ഇതിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ബോൺ മാരോയിലാണ്, നമ്മുടെ മജ്ജയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ. RBCയെ പറ്റിയും WBC പറ്റിയും പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റിയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഏകദേശം 55% ബ്ലഡില് പ്ലാസ്മയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. പ്ലാസ്മയിൽ 90% വെള്ളം അല്ലെങ്കിൽ വാട്ടർ ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ 1% ആണ് ബ്ലഡില് വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റുകളും അടങ്ങിയിരിക്കുന്നത്. അതുപോലെ 44% റെഡ് ബ്ലഡ് സെല്ലുകൾ കാണപ്പെടുന്നത്. ഇനി നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. WBCയെ തന്നെ നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. WBCയെ 5 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പിക്ചറിനകത്ത് വ്യക്തമാണ്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. 5 ടൈപ്സ് ഓഫ് WBC ആണ് ഉള്ളത്. ഇനി ഈ പറഞ്ഞ ബ്ലഡ് സെല്ലുകളിൽ ഏറ്റവും വലിയ ബ്ലഡ് സെല്ലാണ്, അതായത് വലുപ്പത്തിൽ ഏറ്റവും വലിയ ബ്ലഡ് സെല്ലാണ് WBC. WBC അല്ലെങ്കിൽ ലൂക്കോസൈറ്റ് ആണ് ഏറ്റവും വലിയ ബ്ലഡ് സെൽ. WBC നമ്മൾ 5 തരം ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്. ഇതിൽ ഏറ്റവും വലിയ WBC മോണോസൈറ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ WBC ലിംഫോസൈറ്റുമാണ്. WBCയുടെ കാര്യം പറഞ്ഞു. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. 5 തരമാണുള്ളത്. ഇതിൽ ഏറ്റവും വലുത് മോണോസൈറ്റും ഏറ്റവും ചെറുത് ലിംഫോസൈറ്റും. RBCയും WBCയും തമ്മിലുള്ള ഹ്യൂമൻ ബോഡിയിലെ പ്രപ്പോർഷൻ 5000:1 ആണ്. 5000:1 ആണ് WBC RBC പ്രപ്പോർഷൻ എന്ന് പറയുന്നത്.
5,000:1 ആണ് RBC WBC പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg ആണ്. ഇതിൽ 120 mmHg സിസ്റ്റോളിക് പ്രഷറും 80 mmHg ഡയസ്റ്റോളിക് പ്രഷറുമാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ അതിന്റെ പീക്കിൽ ഇരിക്കുമ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ ആകുമ്പോൾ നമ്മൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിനൊരു നിക്നെയിം ഉണ്ട്, സൈലന്റ് കില്ലർ. സൈലന്റ് കില്ലർ എന്ന് പറയുന്ന ഒരു അസ്വാസ്ഥ്യമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതിന്റെ പേരാണ് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് അറിയപ്പെടും. ഈ രക്തസമ്മർദ്ദത്തിനെ, ബ്ലഡ് പ്രഷറിനെ അല്ലെങ്കിൽ ഈ ഒരു മർദ്ദത്തിനെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സ്പിഗ്മോ മാനോമീറ്റർ. സ്പിഗ്മോ മാനോമീറ്റർ ആണ് ബ്ലഡ് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. സ്പിഗ്മോ മാനോമീറ്ററിനെ കണ്ടുപിടിച്ചത് ജൂലിയസ് ഹാരിസൺ ആണ്. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന ഫാസിനേറ്റിംഗ് ഫാക്ട് ആണ്. നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് മാൻ 120/80 mmHg ആണ്. ഇതിൽ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 80 mm എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. ഹൈ ബ്ലഡ് പ്രഷറിനെ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനെ സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്നു. ബ്ലഡ് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ സ്പിഗ്മോ മാനോമീറ്റർ എന്നാണ് പറയുന്നത്. സ്പിഗ്മോ മാനോമീറ്റർ ആദ്യമായി കണ്ടുപിടിച്ചത് ജൂലിയസ് ഹാരിസൺ ആണ്. അപ്പോ ബ്ലഡിനെ പറ്റി ഏറെക്കുറെ കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.